ഈ മഹത്വമേറിയ പേരുകളാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ നാം ദിവസവും ഉച്ചരിച്ചാൽ അതുകൊണ്ട് നമുക്ക് വലിയ ഫലമാണ്. നിങ്ങൾ തന്നെ ഈ മജ്ലിസ്, ഈ അസ്മാഉൽ ഹുസ്ന ദിവസവും ചൊല്ലിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ അറിയാത്ത നിലക്ക് വലിയ ബർക്കത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ആരും ഈ അസ്മാഉൽ ഹുസ്ന ഒഴിവാക്കരുത്, എല്ലാ ദിവസവും ചൊല്ലണം. ആരും അത് വിട്ടുപോകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നലെ നാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമലുകളെക്കുറിച്ച്, അമലുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഏതെല്ലാം രൂപത്തിൽ ഈ അമലുകളെ നമുക്ക് നന്മയുടെ വഴിയിലേക്കെടുക്കാം എന്നുള്ളത് ഇന്നലെ പറഞ്ഞു. അതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് നീയത്ത് നന്നാക്കാനാണ്. ഇനി പറയാൻ പോകുന്നത് നമുക്ക് സൂക്ഷ്മതയും കൂടി അത്യാവശ്യമാണ്. ഏതൊരു വിഷയവും നാം കൈകാര്യം ചെയ്യുമ്പോഴും നമുക്ക് സൂക്ഷ്മത ഉണ്ടാകണം. ഒരു കെയർലെസ് എന്നുള്ളൊരു സ്വഭാവം നമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തിയവരാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അങ്ങേറ്റത്തെ ആ ബഹുമാനം കൊണ്ട് റസൂലുള്ളാഹി ഇജ്ലിസു എന്ന് പറയുമ്പോൾ വഴിയിലിരുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതവരുടെ സൂക്ഷ്മതയാണ്, സൂക്ഷ്മതയ്ക്ക് സാക്ഷിയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സഹാബത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്, അവരുടെ സൂക്ഷ്മത. അതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ജീവിതത്തിലും ഒരുപാട് സൂക്ഷ്മതകൾ അവർ പുലർത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മുദരിസായിരുന്നു. 40 വർഷത്തോളം മദീനത്തെ പള്ളിയിൽ മുദരിസായിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും ആ മദീനത്തെ മണ്ണിൽ ചെരുപ്പിട്ട് നടന്നിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മദീനത്ത് ചെരുപ്പിടാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല. അതേസമയത്ത് അവരുടെ സൂക്ഷ്മതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന ആ മണ്ണിൽ അതിനെ ഞാൻ ചെരുപ്പ് കൊണ്ട് ചവിട്ടൂല എന്നുള്ള നിലക്ക് ബഹുമാനം കാണിച്ചു, സൂക്ഷ്മത പുലർത്തി. ഇങ്ങനെ ഓരോരുത്തരുടെയും സൂക്ഷ്മത പല നിലക്കാണ്. ഏതായാലും ജീവിതത്തിൽ സൂക്ഷ്മത ഉള്ളവരായിട്ട് നാം മാറേണ്ടത് അത്യാവശ്യമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഇന്നി ഇമ്രഅത്തുൻ അഗ്സിലു ഫിൽ ലൈലി അലാ ലൗഇ സിറാജ്. ഞാൻ ഒരു തുന്നുന്ന പെണ്ണാണ്. അതായത് പണ്ടത്തെ കാലത്ത് കൈ കൊണ്ട് തുന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൈ കൊണ്ട് ഡ്രസ്സുകൾ തുന്നിയെടുക്കുന്നൊരു പെണ്ണാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന പെണ്ണാണ്. ഞാൻ രാത്രി ഈ വിളക്കും കത്തിച്ചിട്ട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ തുന്നും. ചിലപ്പോൾ നിലാവുള്ള ദിവസം വന്നാൽ ചിലപ്പോൾ എന്താവും, വിളക്ക് കെടുത്തിയിട്ട് നിലാവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തുന്നും. അപ്പോൾ ഈ രണ്ടും, ഞാൻ വിളക്കിൻ്റെ വെളിച്ചത്തിൽ തുന്നിയ ഡ്രസ്സും നിലാവിൻ്റെ വെളിച്ചത്തിൽ തുന്നിയ ഡ്രസ്സും, അത് രണ്ടും വ്യത്യസ്തമാണോ? രണ്ടിനെയും ഞാൻ വേർതിരിക്കേണ്ടതുണ്ടോ? നിലാവിൻ്റെ വിളക്കിൽ തുന്നിയ ഡ്രസ്സുകളും അതേപോലെ തന്നെ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ, നിലാവിൻ്റെ വെളിച്ചത്തിൽ തുന്നപ്പെട്ട ഡ്രസ്സും രണ്ടും വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻകാന ഇന്ദക്കി ഫർഖുൻ ഫഅലൈക്കി അൻ തുമയ്യിസി ദാലിക. നിനക്ക് അത് രണ്ടിലും ആ തുന്നിയതിൽ വ്യത്യാസമായിട്ട് കാണുന്നുണ്ടോ? തുന്നിയ ഡ്രസ്സ് വ്യത്യസ്തമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നീ വേർതിരിക്കണം, അല്ലെങ്കിൽ നീ വേർതിരിക്കേണ്ടതില്ല. നീ തുന്നിയ ഡ്രസ്സ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ തുന്നിയ ഡ്രസ്സും ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ തുന്നിയ ഡ്രസ്സും രണ്ടും വ്യത്യസ്തമായിട്ട് നിനക്ക് കാണുന്നുണ്ടെങ്കിൽ അത് രണ്ടിനെയും നീ വേർതിരിക്കണം. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അത്ഭുതമായി. ഇത്രയും സൂക്ഷ്മമായിട്ട് ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പെണ്ണ് ഈ കാലത്തുണ്ടോ? നമ്മൾ സാധാരണയിൽ ഇപ്പോൾ എന്തെല്ലാം ഇടപാടുകൾ നടത്താറുണ്ട്. പലപ്പോഴും ഈ ചെറിയ സൂക്ഷ്മമായ വിഷയങ്ങളൊന്നും നമ്മൾ വീക്ഷിക്കാറില്ലല്ലോ. അപ്പോൾ ഈ പെണ്ണ് തുന്നിയത്, ഇപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത മാത്രമാണല്ലോ നമ്മുടെ ഇടയിൽ ഉണ്ടാവുക. പലപ്പോഴും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ കൂട്ടത്തിൽ വീട്ടിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ടാകാം. അതുപോലെ പുരുഷന്മാരിൽ പലരും പല നിലക്കുള്ള കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ടാകാം. ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ എത്രമാത്രം സൂക്ഷ്മതയുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൂക്ഷ്മത കണ്ട ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആ പെണ്ണ് ആരാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അത്രയും സൂക്ഷ്മതയുള്ള പെണ്ണ് ഈ നാട്ടിൽ വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ പെണ്ണ് ആരാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ മകൻ ആ പെണ്ണ് പോകുമ്പോൾ പെണ്ണിൻ്റെ ബാക്കിലൂടെ സ്ഥലം അറിയാൻ വേണ്ടി പിന്തുടരുകയാണ്.
അങ്ങനെ നോക്കുമ്പോൾ അവസാനം ആ പെണ്ണ് പോയി എത്തുന്നത് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് വന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് പറയുന്നു, മുഹാലുൻ അൻ തകൂന ഹാദിഹിൽ മർഅതു ഇല്ലാ ഉഖ്ത ബിശ്റുൽ ഹാഫി, അത് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മഹാൻ്റെ സഹോദരിക്കല്ലാതെ മറ്റൊരു പെണ്ണിനിക്കും അത്രയും സൂക്ഷ്മത കാണിക്കാൻ കഴിയില്ല എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിൻ്റെ സഹോദരിക്ക് അത്ര വലിയ സ്ഥാനം പറയാൻ കാരണം എന്താണ്? ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന് വലിയ സൂക്ഷ്മത കാണിച്ച വലിയ മഹാനാണ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിനു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മഹാനവറുകൾ ആ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം എന്താണ്? മഹാനവറുകൾ ഒരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ കടലാസിൻ്റെ കഷ്ണം, ചളി പുരണ്ടതായ ഒരു കടലാസിൻ്റെ കഷ്ണം വഴിയിൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ തന്നെ ആ കടലാസ് എടുത്തു നോക്കുമ്പോൾ അതിൽ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, പേര് കാണുന്നുണ്ട്. ഉടനെ അതിനെ എടുത്തു കൊണ്ടുപോയി അതിനെ വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ ചളികളെല്ലാം വൃത്തിയാക്കി എന്നിട്ട് അതിനെ കഴുകി ശുദ്ധിയാക്കി അതിനേക്ക് നല്ല അത്തർ വാങ്ങി എന്നിട്ട് അത്തർ പുരട്ടി നല്ല സ്മെല്ല് മണപ്പിച്ചുകൊണ്ട് അതിനെ കൊണ്ടുപോയി വീട്ടിൻ്റെ ഒരു മേൽക്കോരയിൽ ഉയരമുള്ള സ്ഥലത്ത് ബഹുമാനിച്ചു കൊണ്ടുവച്ചു. കാരണം അതിൽ അള്ളാഹുവിൻ്റെ പേരുണ്ട് എന്നൊരു കാരണം കൊണ്ട്. ഈ കാരണം കൊണ്ട് മഹാനവറുകളുടെ കയ്യിലാകെ 1 ദിർഹം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. 1 ദിർഹം, ആ 1 ദിർഹം കൊണ്ട് അത്തർ വാങ്ങിയിട്ട് ആ അത്തറും കൊണ്ടുവന്നിട്ടാണ് ഈ അള്ളാഹുവിൻ്റെ പേര് എഴുതിയ ഈ കടലാസിലേക്ക് തേക്കുന്നത്. എന്നിട്ട് അതിനെ ഉയർന്ന സ്ഥലത്ത് വെച്ചു. അങ്ങനെ അവർ വെച്ച് കടന്നുറങ്ങിയ സമയത്ത്, ഉറക്കിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനിക്ക് സ്വപ്നത്തിലൂടെ കാണുകയാണ്, യാ ബിശ്റു തയ്യബ്ത ഇസ്മീ ലൗ തയ്യിബന്ന ഇസ്മക ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾ എൻ്റെ പേരിനെ മണപ്പിച്ചല്ലോ, എൻ്റെ പേരിനെ നിങ്ങൾ നല്ല മണമുള്ളതാക്കിയില്ലേ, അതുകൊണ്ട് നിങ്ങൾക്കുള്ള പേരിനെ ദുനിയാവിലും ആഖിറത്തിലും ഞാൻ മണപ്പിക്കും എന്നിങ്ങനെ സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിനിക്കിങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ മഹാനവറുകൾ മാറി അള്ളാഹുവിലേക്ക് തൗബയുടെ വാതിലുമായി അടുത്തു തൗബ ചെയ്തു മടങ്ങി. എന്നിട്ട് ഫഅഹിയല്ലാഹു ഖൽബഹു വഅൽഹമഹു റുഷ്ദഹു ഹത്തസ്തഹറ ബിഇബാദതിഹി വസഹാദതിഹി ബൈന ഇബാദിർ റഹ്മാൻ. അങ്ങനെ അയാൾ തൗബയുടെ വാതിലുമായി അള്ളാഹുവിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് വലിയ സ്ഥാനത്തേക്കെത്തി, വലിയ മഹാനായി മാറി, വലിയ ഔലിയാക്കളിൽ പ്രമുഖനായി മാറി. ആ മാറാനുണ്ടായ കാരണം എന്താണ്? ബഹുമാനിക്കേണ്ട ഒരു ചെറിയ സംഗതിയാണെങ്കിലും അതിനെ ബഹുമാനിച്ചു. അള്ളാഹുവിൻ്റെ പേരെഴുതിയൊരു ചെറിയ കടലാസ്, ആ കടലാസ് വീണ് കിട്ടിയപ്പോൾ അതിനെ നിസ്സാരമാക്കാതെ അതിനെ വേണ്ട നിലക്ക് ബഹുമാനിച്ചു കൊണ്ട് അദ്ദേഹം അതിനെ ബഹുമാനിച്ച് ഉയർത്തി വെച്ചതിൻ്റെ കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിന് വലിയ സ്ഥാനം കൊടുത്തു. ഇന്നും ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനായി കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ബിശ്റുൽ ഹാഫി റളിയല്ലാഹുവിന് അത്ര ഉന്നതമായ സ്ഥാനം കൊടുത്തത് ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിച്ചതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനിക്കേണ്ട ഒന്നിനെയും നിസ്സാരപ്പെടുത്തിക്കൂടാ. ബഹുമാനിക്കേണ്ട മുഴുവൻ കാര്യങ്ങളെയും നാം ബഹുമാനിക്കുന്നവരാകണം. അത് അള്ളാഹുവിൻ്റെ പേരാവട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരാകട്ടെ, ഖുർആൻ ഷരീഫിൽ നിന്നുള്ള ചെറിയ അക്ഷരങ്ങളാകട്ടെ, അതല്ലെങ്കിൽ അള്ളാഹു ബഹുമാനിച്ച ഏതൊക്കെയുണ്ടോ അവൻ്റെ മഹാന്മാരുടെ പേരുകളാണെങ്കിൽ പോലും അതിനെയൊക്കെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത കാത്തു പുലർത്തുന്നവരാകണം. അങ്ങനെ ബഹുമാനിച്ചത് കൊണ്ട് ഒരു ബഹുമാനവും ഇവിടെ ആരാധനയാവുകയില്ല. ഇവിടെ വഹാബികളും മൗദൂദികളും പറയുന്നത് പോലെ ബഹുമാനം ഓവറായിക്കൊണ്ട് അത് ആരാധനയായി പോകുന്നു. ഔലിയാക്കന്മാരുടെ മക്ബറകളിൽ പോയി സിയാറത്ത് ചെയ്ത് ഔലിയാക്കന്മാരെ ആരാധിക്കുന്നു. അതുപോലെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ കൊണ്ട് അവരെ ആരാധിക്കലാണ് എന്നവർ പറയുന്ന ആ നാറിയ ആശയം അത് തെറ്റാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് ബഹുമാന സൂചകമായ ബഹുമാനത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന കൂടിയാണ് മഹാന്മാരെ സിയാറത്ത് ചെയ്യലും മഹാന്മാരുടെ മക്ബറകൾ അലങ്കരിക്കലും മഹാന്മാരുടെ മക്ബറകളെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ ലൈറ്റിടലും അതുപോലെ അവിടെയുള്ള മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യലുമൊക്കെ അത് ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. ബഹുമാനം ഒരിക്കലും തെറ്റല്ല. ബഹുമാനിച്ചത് കൊണ്ട് ജനങ്ങൾ അള്ളാഹു
ഒരു മനുഷ്യനെ ഉയർത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അതൊന്ന് മാത്രമല്ല, നിരവധി ചരിത്രങ്ങളുണ്ട്. ബഹുമാനം, ആദരവ് എന്നുള്ളത്, ആദരവ് കാരണം കൊണ്ട് മാത്രമാണ് അല്ലാഹു തആല എല്ലാ മഹാന്മാരെയും മഹാന്മാരാക്കിയത്. അവർ ആദരിക്കേണ്ടതിനാദരിച്ചതിൻ്റെ കാരണത്താലാണ്. അപ്പം ആദരവ് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് തട്ടിമാറിപ്പോയാൽ തീർച്ചയായിട്ടും അവൻ താനായിട്ടേ താഴ്ന്നു പോകും. അവൻ എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിലും ശരി, ആദരിക്കേണ്ടതിന് ആദരിച്ചില്ല എങ്കിൽ, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിച്ചില്ല എങ്കിൽ, അതേ അവൻ്റെ ജീവിതത്തിൽ അവൻ താറുമാറായി പോയി അവസാനം ആഖിബത്ത് മോശമായവർ വരെ ചരിത്രത്തിലുണ്ട്. കേട്ടിട്ടില്ലേ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഇബ്നു സഖാ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അർശ് നോക്കി കാര്യങ്ങൾ പറയാൻ മാത്രം കഴിവുള്ള അത്രയും വലിയ മഹാനായിരുന്ന ഇബ്നു സഖാ എന്ന് പറയുന്ന മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിനെ വേണ്ടതുപോലെ ബഹുമാനിക്കാത്തതിൻ്റെ കാരണത്താൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ബഹുമാനിക്കാൻ അവൻ മനസ്സ് കാണിക്കാത്തതിൻ്റെ കാരണത്താൽ എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരായി ഒരു പെണ്ണിൻ്റെ ഷർറിൽപ്പെട്ടുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ ദുആ ചെയ്തതിൻ്റെ കാരണത്താൽ മസലഹു കമസലിൽ കൽബ്, അവൻ്റെ ഉദാഹരണം നായയെപ്പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന രൂപത്തിൽ അത്രയും നിന്ദ്യനായിക്കൊണ്ട് അല്ലാഹു തആല ആ ഇബ്നു സഖയെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദരിക്കേണ്ടതിനെ, ആദരിക്കേണ്ട വസ്തുക്കളെ, ആദരിക്കേണ്ട വ്യക്തികളെ, ആദരിക്കേണ്ട സ്ഥലങ്ങളെ, ആദരിക്കേണ്ട സമയങ്ങളെ, അതിനൊക്കെയും വേണ്ടതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ ബാധ്യതയിൽ നിന്ന് നാം ഒരിക്കലും മാറാൻ പാടില്ല. ആദരിക്കേണ്ട ഏറ്റവും വലിയ മാസമാണല്ലോ വിശുദ്ധ റമദാൻ. ഈ റമദാൻ മാസത്തിനെ നല്ല നിലക്ക് ആദരിക്കുകയും റമദാൻ മാസത്തിനെ നല്ല നിലക്ക് ബഹുമാനിക്കുകയും അതിൻ്റെ ബഹുമാനാദരവുകൾ കൊടുത്തുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകുന്നൊരു വിഷയമാണ്. വലിയ ബറക്കത്ത് കിട്ടാനത് കാരണമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് റമദാനിനെ നല്ല നിലക്ക് ബഹുമാനിച്ചുകൊണ്ട് റമദാനിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ് ഖുർആൻ ധാരാളം ഓതൽ, ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കൽ, അതുപോലെ കൃത്യമായി ഫർള് നിസ്കാരത്തിൻ്റെ ജമാഅത്തിൽ പങ്കെടുക്കൽ, അതുപോലെ ഒരുപാട് സദഖകൾ ധാരാളം ചെയ്യൽ, ഇതൊക്കെയും റമദാൻ മാസത്തിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ വീടുകളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ യാചകരായി വരുന്നവരുണ്ട് റമദാൻ മാസത്തിൽ. ഈ സമയത്ത് റമദാൻ മാസത്തിൽ വരുന്നവരെ ചോദ്യം ചെയ്യാനും അവരോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ മുട്ടിക്കാനും ചെറിയ സംഖ്യയെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം അതൊന്നും അന്വേഷണ വിധേയമാക്കാതെ കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതേസമയത്ത് തട്ടിപ്പിൻ്റെ ആളുകൾ ഇല്ല എന്നതിനിക്ക് അർത്ഥമില്ല. പക്ഷേ തട്ടിപ്പിൻ്റെ ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല നിലക്ക് ആവശ്യക്കാരായ ആളുകൾ വരുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ ഇനി തട്ടിപ്പ് ചെയ്യാൻ വരുന്നവർക്കാണെങ്കിൽ നീ കൊടുത്തതാണെങ്കിൽ പോലും നിനക്ക് അല്ലാഹു പ്രതിഫലം കുറക്കുകയില്ല. നീ കൊടുത്ത പ്രതിഫലം നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിച്ച് ചോദിച്ച് വിഷമിപ്പിച്ച് അയക്കണ്ട. ഒരുപക്ഷെ തട്ടിപ്പില്ലാത്തൊരു നല്ല അള്ളാഹു സ്വീകരിക്കുന്നൊരു പാവപ്പെട്ട മനുഷ്യനാണ് നിൻ്റെ മുമ്പിലേക്ക് വന്നതെങ്കിൽ ആ വന്ന മനുഷ്യനോട് നീ നൂറുകണക്കിന് ചോദ്യങ്ങളുമായി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യൻ അത് കാരണമായി വിഷമിച്ച് പോയിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യൻ തെറ്റുകാരനല്ലാത്ത നിലക്ക് വിഷമിച്ച് പോയാൽ അത് നിനക്ക് വലിയ ശാപമായി പോകും. സൂക്ഷിക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സാധുക്കൾക്ക് നല്ല നിലക്ക് സഹായിക്കുന്നവരാകണം. അത് റമദാൻ മാസത്തിനെ ബഹുമാനിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിൽ ധാരാളം സദഖകൾ ചെയ്യുക, കഴിവിൻ്റെ പരമാവധി സദഖ ചെയ്യുക. സദഖ ചെയ്തതുകൊണ്ട് ഒരുത്തൻ്റെ മുതലും കുറയുകയില്ല. ഞാൻ മിഞ്ഞാന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ, സദഖ ചെയ്തതുകൊണ്ട് ഒരാളുടെ മുതലും കുറയൂല. നീ 100 രൂപ സദഖ ചെയ്താൽ ആ 100 രൂപ നിനക്ക് അല്ലാഹു തിരിച്ച് വേറൊരു മാർഗത്തിലൂടെ തരും. അത് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കളവ് പറയാത്ത നാവിലൂടെ വന്ന വാക്കാണ്. സദഖ ചെയ്തത് കൊണ്ട് ഒരാൾ സമ്പത്ത് കുറയൂല. അതേ സമയത്ത് പിടിച്ചു വെച്ചത് കൊണ്ട് അത് അവനിക്ക് പലപ്പോഴും അവനിക്കെതിരായി മാറുമെന്ന് വേറൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ മാസത്തിന് ധാരാളം സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്ഹാബുൽ ബദറിൻ്റെ പേരുകൾ നമുക്ക് പറയണം. അസ്മാഉൽ ബദർ ചൊല്ലി